റാഫേൽ കരയാക്രമണം നടത്താനുള്ള ഇസ്രായേലി നീക്കത്തിനെതിരെ വീണ്ടും മുന്നറിയിപ്പുമായി US പ്രസിഡന്റ് ജോ ബൈഡൻ. ഗാസയുടെ മറ്റു പ്രദേശങ്ങളിൽ നിന്ന് പലായനം ചെയ്തവർ അഭയം തേടിയിരിക്കുന്ന റാഫേൽ ആക്രമണം നടത്തിയാൽ ഇസ്രായേലിനുള്ള ചില ആയുധങ്ങൾ കയറ്റുമതി നിർത്തിവെക്കുമെന്ന് ബൈഡൻ പറഞ്ഞു. ജനം തിങ്ങിപ്പാർക്കുന്ന റാഫേൽ ഇസ്രായേൽ സേന പ്രവേശിച്ചാൽ ഇസ്രായേൽ ഉപയോഗിക്കുന്ന ആയുധങ്ങളൊന്നും ഞാൻ നൽകില്ല. ആ ആയുധങ്ങൾ മൂലം ഗാസയിലെ സാധാരണ ജനങ്ങൾ കൊല്ലപ്പെടുകയാണ്. അത് തെറ്റാണ്. CNN ചാനൽ നൽകിയ അഭിമുഖത്തിൽ ബൈഡൻ പറഞ്ഞു. അതേസമയം ഇസ്രായേലിന്റെ സുരക്ഷ അമേരിക്ക ഉറപ്പുവരുത്തുമെന്നും ബൈഡൻ വ്യക്തമാക്കി. 14 ലക്ഷം പാലസ്തീനികൾ പരിമിത സൗകര്യങ്ങളിൽ കഴിയുന്ന റാഫയിൽ ഇസ്രായേലി സേന ദിവസങ്ങളായി വ്യോമാക്രമണം നടത്തുന്നുണ്ട്. ഈജിപ്തിൽ നിന്ന് ഗാസയിലേക്ക് സഹായ വസ്തുക്കൾ എത്തിക്കുന്ന റാഫ ക്രോസിംഗ് ചൊവ്വാഴ്ച ഇസ്രായേലി സേന നിയന്ത്രണ വിധേയമാക്കി. ഇവിടെയുള്ള 1 ലക്ഷം പാലസ്തീനികൾക്ക് ഒഴിഞ്ഞു പോകേണ്ടി വന്നു. ഗാസയിലേക്കുള്ള സഹായ വസ്തുക്കളുടെ ഒഴുക്ക് നിലച്ചതായും അന്താരാഷ്ട്ര ഏജൻസികൾ പറഞ്ഞു. റാഫയിലെ സൈനിക നടപടിയുടെ പേരിൽ ഇസ്രായേലി നേതൃത്വം ശക്തമായ അന്താരാഷ്ട്ര സമ്മർദ്ദം നേരിടുന്നുണ്ട്. ഇസ്രായേലിലേക്കുള്ള ആയിരക്കണക്കിന് ബോംബുകളുടെ കയറ്റുമതി കഴിഞ്ഞയാഴ്ച റദ്ദാക്കിയതായി US കഴിഞ്ഞ ദിവസം സ്ഥിരീകരിച്ചിരുന്നു. ബൈഡന്റെ പരാമർശം നിരാശാജനകമാണെന്ന് ഇസ്രായേലിന്റെ UN അംബാസഡർ ഗിലാദ് എർദാൻ പ്രതികരിച്ചു. ഇസ്രായേലിന്റെ ശത്രുക്കളായ ഇറാനും ഹമാസിനും ഹിസ്ബുള്ളയ്ക്കും പ്രതീക്ഷ നൽകുന്നതാണ് ബൈഡന്റെ വാക്കുകളെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.